എന്നുള്ളത് ഏറെ നിർണായകമാണ് മുഹമ്മദ് ഷുഹൈബിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളൊരു ചുമതല കൂടിയുണ്ട്. അതെന്തായാലും കൃത്യമായി ഇന്ന് നിർവഹിക്കും ക്രൈംബ്രാഞ്ച് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഏറെ നാളായി മുഹമ്മദ് ഷുഹൈബിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷുഹൈബ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസിന് കുറച്ചും കൂടി വ്യക്തത വരും ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യം കൂടി ഇതിൽ എടുത്തു പറയാനുണ്ട്. അഭിന പിച്ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളൊന്ന് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. DGP വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. പോലീസ് മേധാവിമാരുൾപ്പെടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 13ാം ദിവസത്തിലേക്ക്. പിന്തുണയറിയിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം ചെയ്യുമെന്ന് ആശാവർക്കർമാർ. മസ്തകത്തിൽ മുറിവേറ്റ് ചരിഞ്ഞ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലച്ചോറിലടക്കം അണുബാധയേറ്റെന്ന് കണ്ടെത്തൽ. മസ്തകത്തിലും തുമ്പിക്കൈയിലും പുഴുവരിച്ചു. മസ്തകത്തിലേറ്റ മുറിവ് കൊമ്പുകുത്തിയുണ്ടായതാണെന്ന് കണ്ടെത്തൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ജീവന് ഭീഷണിയില്ല, ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരണമെന്നും ഡോക്ടർമാർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. മത്സരം രാത്രി 7:30 ഗോവയിൽ. പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8025 രൂപ. പവൻ 64,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,605 രൂപ. പവൻ 52,000